നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു. അത് നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ എന്നുള്ളതാകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പ്രകാരം നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് ഈ ലോകം അറിയുന്നത്. ബൈബിൾ ലോകത്തെ പഠിപ്പിച്ച ഒരുപാട് മഹത് വചനങ്ങളുണ്ട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഒരു ചകിട്ടത്തടിക്കുന്നവന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ക്രിസ്ത്യാനികളായ ആളുകൾ മാത്രം പറയുന്ന വാക്കുകളല്ല, ലോകത്തിലെ മുഴുവൻ ആളുകളും ഏറ്റെടുത്തിരിക്കുന്നതായ വചനങ്ങളാണ്. കലയിൽ, സാഹിത്യത്തിൽ, സംഭാഷണങ്ങളിൽ, പ്രഭാഷണങ്ങളിലൊക്കെ ഈ ക്രിസ്തു സ്വാധീനം, ക്രിസ്തു വചനങ്ങൾ ലോകത്തിൽ ഒരുപാട് ഇടങ്ങളിൽ അനുഭവേദ്യമാകുന്നുണ്ട്. ഒരുപാട് ശൈലികൾ, കുരിശിൽ തറയ്ക്കുക, ഓശാന പാടുക, ഇതൊക്കെ എല്ലാ മതവിഭാഗങ്ങളിലെ ആളുകളും ഒരാളെ അകാരണമായി വേദനിപ്പിക്കുമ്പോൾ പറയും കുരിശിൽ തറയ്ക്കരുതെന്ന്. ഒരാൾക്ക് അകാരണമായി സ്തുതി പാടുമ്പോൾ പറയും ഓശാന പാടരുതെന്ന്. ബൈബിൾ വായിച്ചിട്ടല്ല അത് പറയുന്നത്. ഈ ലോകത്തിൽ നിലനിൽക്കുന്ന മഹത് വചനങ്ങളുടെ പട്ടികയിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിന് ഇത്രമാത്രം സ്വാധീനമുണ്ട് എങ്കിൽ അതിലേറിയ പങ്കും ക്രിസ്തു പകർന്ന വചനമാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും പറയുന്നൊരു വാചകമാണ് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. ക്രിസ്തു ശിഷ്യനിൽ നിന്നും ആവിർഭവിച്ച ഒരു വാചകമാണ് അത് എന്ന് നമുക്ക് അറിയാം. സ്നേഹത്തെക്കുറിച്ചാണ് ഈ ദിവസം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനത്തിന് വേണ്ടി, പുതുക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലമാണിത്, കാത്തിരിപ്പ് കാലം. സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം തുടർന്നുള്ള 10 ദിവസങ്ങൾ, പെന്തക്കോസ്തി പെരുന്നാളിനെ എതിരേൽക്കുന്നത് വരെ പരിശുദ്ധ സഭ പ്രഖ്യാപിച്ചിരിക്കുന്നതായ ദിവസങ്ങൾ കാത്തിരിപ്പ് കാലങ്ങളാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ പുതുക്കപ്പെടുവാൻ ഓരോ ആളുകളോടും ഓരോ നിമിഷവും ആഹ്വാനം ചെയ്യുന്നു എന്നതാണ് ഈ കാത്തിരിപ്പ് കാലത്തിൻ്റെ പ്രത്യേകത. നാം കാത്തിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലെ ആത്മാവ് കൂടുതൽ തിളക്കമുള്ളതാകുവാൻ, പരിവർത്തനപ്പെടുവാൻ. അത് ചത്തും ചതഞ്ഞും ഇരുണ്ടും ചാരം മൂടിയുമൊക്കെ ഇങ്ങനെ ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കടന്നു പോകാതെ ദൈവം തന്നൊരാത്മാവാണല്ലോ, അതിനെ കുറച്ചുകൂടി ഒന്ന് ശോഭിപ്പിക്കുവാൻ, മറ്റുള്ളവർക്കൊന്ന് പ്രയോജനപ്പെടുത്തുവാൻ ദൈവമേ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഉള്ളിലുണ്ടാകേണ്ട ഒരു കാലമാണ് കാത്തിരിപ്പിൻ്റെ കാലം. മറ്റെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല കാത്തിരിക്കേണ്ടത്. നമ്മുടെ ഒരു നന്നാകലിന് വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്. മനുഷ്യൻ്റെ ഒരു പരിവർത്തനത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്ന് മറ്റുള്ളവരെ നന്നാക്കുകയല്ല, മറിച്ച് നമ്മുടെ ഉള്ളങ്ങളിൽ ഒരു പരിശോഭയുണ്ടാകുവാനുള്ളൊരു പ്രാർത്ഥനയാണ് ഈ കാലം. അതിന് ഉപോത്ബലകമായൊരു വലിയ വാചകമാണ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവീനെന്ന്. നമുക്ക് മറ്റൊരാളെ എന്തുകൊണ്ടാണ് സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നത്? നാം ഒരാളെ സ്നേഹിക്കാത്തത് എന്തുകൊണ്ടാണ്? നാം സ്നേഹിക്കപ്പെടാനും ആദരിക്കപ്പെടാനൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും നമ്മെ കാണുമ്പോൾ പുഞ്ചിരിക്കണം, എല്ലാവരും നമ്മോട് അന്വേഷണം നടത്തണം. പക്ഷേ ചില ആളുകളെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ ചിലരെ എങ്കിലും സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നത്? ചില ഇരുൾ മൂടി പോകുന്നത്, പക നിറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ അതിന് മറുപടിയാണ് ഇവിടെ. നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല. നമുക്ക് ദൈവസ്നേഹമില്ലാത്തത് കൊണ്ടാണ് സഹോദര സ്നേഹമില്ലാതെ പോകുന്നത്. അപരനെ സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻ മാത്രമല്ല കേട്ടോ. അടുത്ത് നിൽപ്പോ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോൻ, അദൃശ്യനീശ്വരൻ അരൂപനായതിൽ എന്താ ആശ്ചര്യം. കവി പാടിയിരിക്കുകയാണ്. സഹോദരൻ അടുത്ത് നിൽക്കുന്നവനെല്ലാം ബ്രദേഴ്സാണ്. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ? കൈ ഉയർത്തി എല്ലാ ദിവസവും പഠിപ്പിക്കുന്നതാ കുഞ്ഞുങ്ങളെ. ഈ നിൽക്കുന്നതല്ല, ഈ കാണുന്നതെല്ലാം സഹോദരങ്ങളാണ്. സ്നേഹിക്കണം, കലഹം ഉണ്ടാകരുത്.
വളരെയധികം സന്തോഷമുണ്ട്. വർഗീയത പറയുന്നവർക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് പോലെ പല നേതാക്കളും ഇന്ന് സംസാരിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. മനുഷ്യനിൽ വിഭാഗീയതയും കലഹവും സൃഷ്ടിക്കപ്പെടുന്നു. അത് സമൂഹത്തിലല്ല, ഇടവകകളിൽ, കുടുംബങ്ങളിൽ, ഓരോ മനുഷ്യനിൽ പോലും ആന്തരിക സംഘർഷങ്ങളാണ്. അതിനൊക്കെ ഒരു ഉപശാന്തി എന്നുള്ളത് ദൈവത്തെ സ്നേഹിക്കാൻ നാം മറന്നു പോകുന്നു എന്നുള്ളതാണ്. നാം മടിച്ചു പോകുന്നു, ദൈവസ്നേഹം കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ സ്നേഹിക്കാൻ, അടുത്ത് നിൽക്കുന്ന ആളുകളെ സ്നേഹിക്കാൻ സാധിക്കാതെ പോകുന്നത്. സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് ചോദിക്കുന്നുണ്ട്, ബർയോനാ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല ചോദിക്കുന്നത്. നിന്നെ വിളിച്ചത് ഈ ലോകത്തെ നന്നാക്കാനാണ്. ഈ ലോകം നന്നാകണമെങ്കിൽ നീ എന്നെ സ്നേഹിക്കണം. ഇത് നമുക്കെല്ലാം ബാധകമാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു താളമുണ്ടാകണമെങ്കിൽ, ഒരു സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കാത്ത ഭവനങ്ങളിലാണ് ഈ അപശ്രുതികൾ ഉണ്ടാകുന്നത്. ദൈവത്തെ സ്നേഹിക്കാൻ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുന്ന ഈ ദിവസം, ഈ ഒരു പ്രബോധനം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കാൻ ഇടയാകണം. പിന്നെ നമുക്ക് യാതൊരു പ്രതിബന്ധങ്ങളുമില്ല എന്ന് തിരിച്ചറിയുക. കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഉയരത്തിലുള്ളതോ താഴത്തിലുള്ളതോ ഒന്നിനും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തെ സ്നേഹിച്ചാൽ ഒരു പ്രതിസന്ധിയും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നിങ്ങൾ ഭീകരമെന്ന് വിചാരിക്കുന്ന ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല. അചഞ്ചലമായി നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെയെങ്കിൽ നാം അറിയാതെ തന്നെ അടുത്തുള്ളവരെയും സ്നേഹിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സ്നേഹം എന്നത് യഥാർത്ഥത്തിൽ ഭക്തിയുടെ ഒരു രൂപമാണ്. ഭക്തിയുണ്ട് എന്ന് പറയുകയും സ്നേഹമില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നവർ, അല്ലെങ്കിൽ സ്നേഹം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഏറ്റവും വലിയ കപടവാദികളാണ്. അത് അപശ്രുതിയാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് വേറൊരു ഭാഷയാണ്. നിങ്ങൾ ഉന്നതങ്ങളിൽ ഇരുന്നാലും, ദൈവവചനം പറഞ്ഞാലും, മലാഖമാരുടെ ഭാഷ പറഞ്ഞാലും സ്നേഹമില്ല എങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര അപശ്രുതിയ, കേൾക്കുന്നവർക്ക് അരോചകമായിരിക്കും. സ്നേഹമില്ല എങ്കിൽ, ഭക്തിയില്ലാത്ത സ്നേഹം, ഭക്തിയില്ലാത്ത ആധ്യാത്മികത അരോചകമായിരിക്കും, അപശ്രുതിയായിരിക്കും. അതുകൊണ്ട് ഒരു പ്രാർത്ഥന, ഒരു വളരെ ചെറിയ ലഘുവായ ഒരു പ്രാർത്ഥന ഉള്ളിലുണ്ടാകണം. ദൈവമേ, അങ്ങേ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ളത്. ചുറ്റുമുള്ള ആരെയും നോക്കണ്ട. നമുക്കൊരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സമ്മാനിച്ചിട്ടുള്ള ലോകമാണിത്. വാസ്തവമായി ഒരുപാട് നൊമ്പരങ്ങൾ നൽകിയിട്ടുള്ള ലോകമാണിത്. പക്ഷെ അതിനെല്ലാം മറക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവമേ അങ്ങേ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനൊരു പുതിയ വസന്തം ഉണ്ടാകും. പരിശുദ്ധാത്മാവുള്ളിൽ ബലപ്പെടും.